ഹായ് ഹലോ യെല്ലോ മേക്കവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാരി പ്രീപ്ലീറ്റ് ചെയ്തിട്ട് ബോക്സ് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റിൽ തന്നെ കുറച്ച് മെഷർമെൻറ്റ്സ് എടുക്കാനുണ്ട്. അതിനുശേഷമാണ് നമ്മൾ പ്രീപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം പ്ലീറ്റ് വേണമെന്നുള്ള അതിൻ്റെ ലെങ്ത്ത് ഒന്ന് ആദ്യം മെഷർ ചെയ്തിട്ട് നമുക്കവിടെ പിൻ ചെയ്ത് വെക്കാം. ഈ ഒരു ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ വേണ്ട ലെങ്ത്ത് എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നമ്മൾ പിൻ ചെയ്യുന്നത് അവിടെ പിൻ ചെയ്ത് വെക്കാം. ഇത് സെൻറ്റർ പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. അതെങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ സാരി ഉടുക്കുമ്പോൾ എങ്ങനെയാണോ എവിടെയാണോ ടക്കിൻ ചെയ്യുന്നത് അതുപോലെ ടക്കിൻ ചെയ്യാം. ഒരു റൗണ്ട് ചുറ്റിയിട്ട് രാവിലും കഴിഞ്ഞ് കുറച്ച് ലെഫ്റ്റോട്ടായിട്ട് സെക്കൻഡ് നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഷോൾഡറിലൂടെ പിൻ ചെയ്ത് വെക്കുക. മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചിട്ട് ഇവിടെയാണ് നമുക്ക് സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. സെൻറ്ററിൽ നിന്ന് കുറച്ച് ഇത്രയും ഭാഗം നമ്മൾ മേലോട്ടേക്ക് എടുക്കും. സെൻറ്റർ ഇവിടെ വരികയാണ്. എന്നിട്ട് ഇത്രയും ഭാഗം മേലോട്ടേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിലൂടെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് പല്ലു പ്ലീറ്റ് എടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വരെ നമുക്ക് പല്ലു പ്ലീറ്റ് എടുക്കാം. പല്ലു പ്ലീറ്റ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യാൻ എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാലും നമുക്ക് ഈ ഒരു പല്ലു പ്ലീറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പല്ലു പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ പ്ലേറ്റാണ് എടുക്കേണ്ടത്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ സെൻറ്റർ പ്ലേറ്റ് എടുക്കുന്നത്. അത് നമുക്ക് പ്ലേറ്റ്സ് ചെറുതായിട്ട് എടുത്ത് വരാം. പ്ലേറ്റ് നീറ്റായി എടുത്തതിന് ശേഷം നമുക്ക് അവിടെ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് പ്ലീറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് അയൺ ചെയ്യാം. ഞാൻ സെൻറ്റർ പ്ലീറ്റാണ് ഫസ്റ്റിൽ തന്നെ അയൺ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ടേബിളിൽ നമ്മൾ പ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ആ പോർഷൻ നീറ്റായിട്ട് വെക്കുക. എന്നിട്ട് ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ക്ലിപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും സാധനം ആ സൈഡിലൊന്ന് വെച്ചാൽ മതി. എന്നാലേ നമുക്ക് പ്ലീറ്റ് എളുപ്പത്തിൽ എടുത്ത് വെക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം പ്ലീറ്റ് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് നീറ്റാക്കി എടുക്കുക. നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്ലീറ്റാണ്, പക്ഷേ ഇത് കുറച്ച് പാറി നടക്കുന്ന സാരിയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം പ്ലീറ്റൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് പ്ലീറ്റ് സ്പ്രെഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ പ്ലീറ്റൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ ഉണ്ടല്ലോ, ടക്കിൻ ചെയ്യുന്ന ഭാഗം, അത് നന്നായിട്ട് നീറ്റായിട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ അറ്റത്തും നീറ്റാക്കി പിൻ ചെയ്ത് കൊടുക്കുക.
പിന്നെ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ പ്ലീറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പ്ലീറ്റ് വെച്ച് ഇതുപോലെ ചെയ്ത് നന്നായിട്ട് പ്ലീറ്റ് സെറ്റ് ചെയ്തേക്കുക. അയൺ ചെയ്യുമ്പോൾ പൊസിഷൻ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുക. പട്ട് സാരിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ഇതുപോലത്തെ പാറ കളിക്കുന്ന സിൽക്ക് സാരിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിൻ ചെയ്ത് തന്നെ അയൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്യണം, നമ്മളെ പ്ലീറ്റ് നന്നായിട്ട് ഒതുങ്ങി കിടക്കാൻ വേണ്ടി. നിങ്ങൾക്ക് പ്ലീറ്റ് ഇപ്പോൾ ഇങ്ങനെ പ്ലഫി ആയിട്ട് കിടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വരെ അയൺ ചെയ്യാതിരിക്കുക. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അയൺ ചെയ്തിട്ട് ബോക്സ് ഫോൾഡിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ അകത്തേക്ക് പോകുന്ന പോർഷൻ ഉണ്ടല്ലോ മേളിലുള്ളത്, അത് നന്നായിട്ട് അയൺ ചെയ്ത് നല്ല കട്ടി കുറഞ്ഞെടുക്കണം. മാക്സിമം അയൺ ചെയ്യാൻ പറ്റണം അവിടെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മൾ ഈ ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ വയറ് ഭയങ്കരമായിട്ട് തടിച്ച് കിടക്കും. സോ നമ്മുടെ സെൻറ്റർ പ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പല്ലു പ്ലീറ്റ് സെറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന പല്ലു പ്ലീറ്റിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ പിൻ ചെയ്തിരിക്കുന്ന പോർഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മളെ നിർത്തും. അതിന് ശേഷമുള്ള ഭാഗം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് പോർഷൻസും നമ്മൾ വിടർത്തി വെക്കാൻ പാടില്ല. ഈ ലെഫ്റ്റ് ഭാഗത്തുള്ള ആ ഒരു പോർഷൻ മാത്രമേ വിടർത്തി വെക്കാൻ പാടുള്ളൂ, മറ്റേത് നേരെ തന്നെ വെക്കണം. അതിനുശേഷം എല്ലാ പ്ലീറ്റും നീറ്റായിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫോൾഡ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഈ സെൻറ്റർ പ്ലീറ്റുള്ള പോർഷൻ ഇതുപോലെ ടേബിളിൽ വെക്കുക. നമ്മൾ ടക്കിൻ ചെയ്യുന്ന ഭാഗം ലെഫ്റ്റ് ഭാഗത്തും അതുപോലെ സ്പ്രെഡ് ചെയ്ത താഴെ വരുന്ന പോർഷൻ റൈറ്റ് ഭാഗത്തായിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അത് നേരെ തിരിച്ചിട്ട് നമ്മൾ താഴത്തോട്ടേക്ക് ഇടുക. ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് മടക്കുമ്പോൾ പ്ലീറ്റ് നമുക്ക് ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് കിട്ടുന്നത്. അതിന് ശേഷം ആ ഒരു ബാക്ക് പോർഷനും നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന പോർഷൻ നമ്മുടെ പ്ലീറ്റിൻ്റെ വിഡ്ത്തിന് കണക്കായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 1-2 പ്രാവശ്യം ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വിഡ്ത്തിന് കണക്കാവും. അത് നോക്കിയിട്ട് ചെയ്യുക. വളരെ നീറ്റായിട്ട് ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ പ്ലീറ്റ് കാണാൻ കഴിയും. ഇനി നമ്മൾ പല്ലു പ്ലീറ്റ് എടുക്കുക. ഇത് നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുന്ന കേട്ടോ. ഒരു വിഡ്ത്തിന് കണക്കായിട്ട് അവിടം വരെ മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് അത്രയും ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് ബാക്കി പോർഷൻ ഉള്ളിൽ വെച്ച് ഫോൾഡ് ചെയ്യുക. അത് നീറ്റായിട്ട് ആ ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം 2 സൈഡും നീറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക.
അതിനുശേഷം സാരി ഒന്ന് തിരിച്ചിടുക. ബാക്കി പല്ലു പ്ലീറ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതിയാവും. അത്രയേ ഉള്ളൂ നമ്മുടെ ബോക്സ് ഫോൾഡിങ് വരുന്നത്. സോ നമ്മുടെ ബോക്സ് ഫോൾഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ബാക്ക് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സെൻറ്റർ പ്ലീറ്റിൻ്റെ ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുന്ന കാണാം. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാരി പെട്ടെന്ന് ഉടുക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.